ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഉഷ ടീച്ചർ. ഇന്ന് കുട്ടികൾക്കായ ഒരു ബെഡ് ടൈം സ്റ്റോറി പറയട്ടെ. ഡോക്ടർ ഹൻസാജി യോഗേന്ദ്രയുടെ ഒരു വീഡിയോ കണ്ടപ്പോൾ അത് എൻ്റെ കുട്ടികളെ കൂടി കേൾപ്പിക്കണം എന്നെനിക്ക് തോന്നി. മാതാപിതാക്കളുടെ നിയന്ത്രണത്തിൽ പൊറുതിമുട്ടിയ ഒരു കുട്ടി പരിഹാരത്തിനായി ഒരു ഗുരുജിയെ സമീപിക്കുന്നതാണ് സീൻ. കുട്ടി ഗുരുജിയോട് പറഞ്ഞു, ഗുരുജി, എൻ്റെ പ്രവർത്തനങ്ങൾക്ക് എൻ്റെ മാതാപിതാക്കൾ വളരെയധികം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നു. ഞാൻ എന്താ ചെയ്യുക? കുട്ടിയുടെ ഈ ചോദ്യത്തിന് ഗുരുജി നൽകിയ മറുപടി: കുഞ്ഞേ, നിയന്ത്രണങ്ങൾ എല്ലായ്പ്പോഴും ആവശ്യമാണ്. കാരണം ചെറുപ്പത്തിൽ നിങ്ങൾക്ക് ഒന്നിനും ഒരു വ്യക്തത ഉണ്ടായില്ല. എവിടേക്കാണ് പോകേണ്ടതെന്നോ എന്താണ് ചെയ്യേണ്ടതെന്നോ ആ സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാകില്ല. ധാരാളം ഊർജം ഉള്ളിലുണ്ടായിരിക്കുന്ന സമയമാണത്. അത് തെറ്റായ ദിശയിലേക്ക് നിങ്ങളെ നയിച്ചെന്നിരിക്കും. യഥാർത്ഥത്തിൽ നിയന്ത്രണങ്ങൾ നിങ്ങളെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. ഇത് നിങ്ങളെ നിങ്ങളുടെ മാതാപിതാക്കളുമായി ലിങ്ക് ചെയ്യുന്നതിനാൽ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും അവരിൽ നിന്ന് മാർഗനിർദ്ദേശം സ്വീകരിക്കാനാവും. അങ്ങനെ നിങ്ങൾക്ക് ഉയരങ്ങളിലേക്ക് എത്താനും ജീവിതം എക്സ്പ്ലോർ ചെയ്യാനും സാധിക്കും. ഗുരുജി പറഞ്ഞ്, ഇത് നിനക്ക് മനസ്സിലാക്കി തരാനായി ഞാനൊരു കഥ പറയാം. നീ എന്നോട് ചോദിച്ച പോലെ അർജുനൻ ശ്രീകൃഷ്ണനോട് ചോദ്യം ചോദിച്ചു, ഞാൻ എങ്ങനെ ജീവിതത്തിൽ വിജയിക്കും എന്ന്. കൃഷ്ണൻ പറഞ്ഞു, ശരി, നമുക്കൊരു പട്ടം പറത്തി കളിച്ചാലോ? അവർ പട്ടം പറത്താൻ തുടങ്ങി. പട്ടം മുകളിലേക്ക് ഉയർന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അർജുനൻ പറഞ്ഞു, ഈ നൂൽ പട്ടത്തെ ഇനിയും മുകളിലേക്ക് പറക്കാൻ അനുവദിക്കാതെ വലിച്ചു പിടിച്ചു വച്ചിരിക്കുകയാണ് എന്ന്. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, ശരി, ഞാൻ ആ നൂലങ്ങ് മുറിച്ചു തരാം. അങ്ങനെ അദ്ദേഹം ആ നൂല് മുറിച്ചു. കുറച്ച് സമയം കൂടി പട്ടം പറന്നെങ്കിലും പിന്നീടത് നിയന്ത്രണം വിട്ട് ലക്ഷ്യമില്ലാതെ താഴേക്ക് പതിച്ചു. കൃഷ്ണൻ അർജുനനോട് ചോദിച്ചു, ഇപ്പോൾ എന്താ സംഭവിച്ചത്? പട്ടത്തിന് ലോകത്തെ എക്സ്പ്ലോർ ചെയ്യാൻ ആ നൂലിൻ്റെ നിയന്ത്രണം ആവശ്യമായിരുന്നു. നൂല് പട്ടത്തെ പറക്കാൻ അനുവദിക്കാതെ പിടിച്ചു വച്ചിരിക്കുന്നതായി നിനക്ക് തോന്നി. നൂലിൻ്റെ നിയന്ത്രണമില്ലെങ്കിൽ പട്ടം സ്വതന്ത്രമാകുമെന്ന് നീ വിശ്വസിച്ചു. എന്നാൽ ആ സ്വാതന്ത്ര്യം താൽക്കാലികമാണെന്ന് ഇപ്പോൾ നിനക്ക് മനസ്സിലായില്ലേ? കഥ നിർത്തിയതിന് ശേഷം ഗുരുജി കുട്ടിയോടായി പറഞ്ഞു, ഇതുപോലെ തന്നെയാണ് കുഞ്ഞെ നിങ്ങളുടെ കാര്യത്തിലും. മക്കൾ എന്ന പട്ടത്തെ നിയന്ത്രിക്കുന്ന നൂലാണ് മാതാപിതാക്കൾ. മാതാപിതാക്കളുടെ നിയന്ത്രണത്തിൽ മക്കൾക്ക് ദിശ തെറ്റാതെ ഉയരങ്ങളിലേക്ക് പറക്കാൻ കഴിയും എന്ന് മനസ്സിലാക്കുക. ആ നിയന്ത്രണമില്ലെങ്കിൽ പട്ടത്തെപ്പോലെ നിങ്ങളും താഴേക്ക് പതിക്കും. അതിനാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ തന്നെ തുടരുക. ഇതാണ് കഥ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് സ്വാതന്ത്ര്യമാണല്ലോ ആവശ്യം. സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ ഇപ്പോഴത്തേക്കാൾ ഏറെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാം എന്നാണ് അവർ കരുതുന്നത്. പക്ഷേ അത് നൈമിഷികമാണെന്ന് ഓർക്കുക. ഇത്തരം മോറൽ വാല്യൂസ് ഉള്ള കഥകൾ കുട്ടികൾ ചെറുതായിരിക്കുമ്പോൾ തന്നെ മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുക. താങ്ക് യു ആൻഡ് ഗോഡ് ബ്ലെസ് യു.